റഷ്യൻ വ്യോമതാവളങ്ങളിൽ യുക്രൈന്റെ ആക്രമണം നടന്നു. ഒരേ സമയം 4 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി. 40ഓളം യുദ്ധവിമാനങ്ങൾ തകർത്തെന്ന് യുക്രൈൻ അവകാശവാദം ഉന്നയിച്ചു. റഷ്യ ആക്രമണം സ്ഥിരീകരിച്ചു. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടിയന്തര യോഗവും വിളിച്ചു. നാളെ ഇസ്താംബൂളിൽ 2ാം റൗണ്ട് സമാധാന ചർച്ചകൾ നടക്കാനിരിക്കെയാണ് യുക്രൈൻ റഷ്യയിൽ നടത്തിയ കനത്ത ആക്രമണം. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് മെറിൻ മേരി ചാക്കോ തത്സമയം ചേരുന്നു. പ്രൈം ടൈമിലേക്ക് സ്വാഗതം മെറിൻ മേരി ചാക്കോ. കൂടുതൽ വിവരങ്ങൾ എന്താണ് വാർത്താമുറിയിൽ ലഭിച്ചത്? വെടിനിർത്തൽ ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതായത് റഷ്യയിലേക്ക് ഇപ്പോൾ യുക്രൈൻ ആക്രമണം നടത്തിയിരിക്കുന്നു. റഷ്യയുടെ 4 വ്യോമ കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 40 യുദ്ധവിമാനങ്ങൾ തകർക്കപ്പെട്ടു അല്ലെങ്കിൽ തകർത്തു എന്നാണ് യുക്രൈൻ ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ഈ വിമാനങ്ങൾ കത്തുന്നതിൻ്റെയും മാത്രമല്ല ഈ ആക്രമണത്തിൻ്റെയും എല്ലാം ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ബലായ വ്യോമത്താവളത്തിൻ്റെ ദൃശ്യങ്ങളാണ്. അവിടെ വിമാനങ്ങൾ കത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമായും ഇപ്പോൾ റഷ്യ തന്നെ ഈ ഒരു ആക്രമണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. റഷ്യയുടെ ഗവർണറാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. തൊട്ടു പിന്നാലെ ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടിയന്തര യോഗവും വിളിച്ചു ചേർന്നിട്ടുണ്ട്. നാളെ ഇസ്താംബൂളിൽ 2ാം ഘട്ട സമാധാന ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് റഷ്യ യുക്രൈനിലേക്ക് 472 ഡ്രോണുകളും 10 ബാലിസ്റ്റിക് മിസൈലുകളും തൊടുത്തുവിട്ടത്. അതിൽ 10 യുക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പ്രത്യാക്രമണമാണ് ഈ ഒരു നടത്തിയതെന്നാണ് ഇപ്പോൾ പറയുന്നത്. അത്തരത്തിലൊരു ആക്രമണമാണ് നടന്നിരിക്കുന്നത്. 1.5 വർഷത്തെ ഒരു ആസൂത്രണമാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് എന്നാണ് ഈ ഒരു ആക്രമണത്തിന് പേര് നൽകിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിലായിരിക്കും പുറത്തു വരിക. റഷ്യയിൽ തന്നെ സമാധാന ശ്രമങ്ങൾക്ക് ഒരു തിരിച്ചടിയാണ് തന്നെ ഈ ഒരു ആക്രമണം എന്ന് പറയാൻ സാധിക്കും. കാരണം കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു സമാധാന ചർച്ചകൾക്ക് വഴി തുറന്നിരുന്നു. അതിൽ പുടിനെ നിശിതമായി തന്നെ ട്രംപ് വിമർശിച്ചിരുന്നു. പുടിന് കിറുക്കാണെന്ന് വരെ അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹത്തെ മാധ്യമങ്ങളോട് ചോദിക്കുക അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ റഷ്യ യുക്രൈൻ സമാധാന ശ്രമങ്ങൾക്ക് ഒരു വിലങ്ങ് തടിയായി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ആക്രമണം വന്നിരിക്കുന്നത്. വാർത്താമുറിയിൽ നമുക്കൊപ്പം ചേർന്നത്.